also almost exactly 4 months since the terrible tragedy of the landslide. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ആ വലിയ ദുരന്തത്തിന്റെ ഏകദേശം 4 മാസങ്ങളായ ദിവസമാണ്. So as we all stand here and we remember what happened 4 months ago when I came here with my brother and met the victims of that landslide. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ എന്താണ് നടന്നതെന്ന് ഓർക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം വന്ന് അന്ന് ദുരന്ത ബാധിതരായവരെ അതിജീവിച്ചവരെ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. And we all saw the terrible devastation, the immense pain and suffering that people were going through. അവിടെ ഉണ്ടായ വിനാശം, നാശം നമ്മൾ കണ്ടു. അവിടുത്തെ ജനങ്ങൾ കടന്നുപോയ അതിരില്ലാത്ത വേദനയും കഷ്ടപ്പാടും എന്താണെന്ന് നമ്മൾ കണ്ടു. It is an even greater responsibility for us today, 4 months later, to press for rehabilitation, to press for them to get what they deserve so that they can rebuild their lives and start building once again over that devastation that took place. ഇത്രയും അതിവിനാശമുണ്ടായ ഒരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവസിപ്പിക്കുന്നതിന് അവർക്ക് വേണ്ടത്, അവർ അർഹിക്കുന്നത് കിട്ടി അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, അവർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളത് ഇന്ന് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. And it is very sad for all of us to see that politics should be played even in these circumstances. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് കാണുന്നത് നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. When citizens of a country, of a state, even what we saw over here, when ordinary people can rise above differences, can help and have compassion and have kindness and show humanity at a time like that, politics should reflect that sense of humanity. Politics, governments, people who are in power should recognize that a great tragedy has taken place and not play politics with it. സാധാരണക്കാരായ മനുഷ്യർ, ഒരു സമൂഹത്തിലെ ആളുകൾ, ഈ രാജ്യത്തെ പൗരർ, അവരെല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇങ്ങനെ ഒരു ദുരിതം, അവിടെ ദുരന്തമുണ്ടായപ്പോൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കണം. ഈ സമയത്ത് രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്, എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി അവരെ സഹായിക്കലാണെന്നുള്ളത് ആ മൂല്യം രാഷ്ട്രീയത്തിലും ഉണ്ടാവണം. I personally also visited people who were suffering from very similar circumstances in Himachal Pradesh about a year and a half ago. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ ഹിമാചൽ പ്രദേശിലും സന്ദർശിക്കുകയുണ്ടായി. And there also I saw that because there was a Congress government in the state, the center was not sending the funds to rehabilitate those who had suffered. അവിടെ ഞാൻ കണ്ടത്, അവിടെ ആ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് അവിടെയും നൽകിയില്ല. Here also both the state government and the central government are dragging their feet and not doing what is required to help the victims. ഇവിടെയും നമ്മുടെ വയനാട്ടിലും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇവിടുത്തെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So this becomes another reason for us all to reflect and to understand that the kind of governance and politics we want in our country is one that does not discriminate. അതുകൊണ്ട് ഈ സാഹചര്യം വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, പ്രതിഫലിക്കണം. നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാജ്യത്തുണ്ടാകേണ്ട ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആളുകളെ വിവേചിക്കുന്ന ഒന്നാവരുത് എന്ന് നമ്മൾ ചിന്തിക്കണം.